ശൈലജയുടെ മനസ്സിൽ മുഴുവൻ വിദ്വേഷമായിരുന്നു. തൻ്റെ മകൻ അബിയെ ജയിലിലാക്കിയവരോടുള്ള അടങ്ങാനാവാത്ത പക. ആ പക വീട്ടാൻ അവൾ തിരഞ്ഞെടുത്ത മാർഗം ക്രൂരവും പൈശാചികവുമായിരുന്നു. നയനയുടെ ഉദരത്തിൽ വളരുന്ന ആ കുരുന്നു ജീവനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ജലജയുടെ ലക്ഷ്യം. ആ കുഞ്ഞ് ഇല്ലാതായാൽ അനന്തപുരിയിലെ സന്തോഷങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഒരു ഗ്ലാസ് ജ്യൂസിൽ അവർ കരുതി വെച്ച വിഷം കലർത്തുമ്പോൾ ജലജയുടെ കണ്ണുകളിൽ ക്രൂരമായ തിളക്കമുണ്ടായിരുന്നു. അത് വെറും ഒരു വിഷമായിരുന്നില്ല, ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള മാരകമായ ഔഷധമായിരുന്നു. എൻ്റെ മകനെ ജയിലിലടച്ച് എല്ലാവരും ഇവിടെ സമാധാനത്തോടെ കഴിയണ്ട, ജലജ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. ഈ ജ്യൂസ് ഉള്ളിലെത്തുന്നതോടുകൂടെ തന്നെ അവളുടെ വയറങ്ങ് കത്തിയെരിയും. അതോടെ മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെയും പ്രതീക്ഷയായ ആ കുഞ്ഞങ്ങില്ലാതാവും. ജലജയുടെ മനസ്സ് പിശാചിനെ പോലെ ചിരിച്ചു. ആ നിമിഷം വന്നെത്താൻ അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ജലജയുടെ ചതി അറിയാതെ നിഷ്കളങ്കമായ സ്നേഹത്തോടെയാണ് ദേവയാനി ആ ജ്യൂസുമായി നയനയുടെ മുറിയിലേക്ക് എത്തിയത്. ഗർഭിണിയായ മരുമകൾക്ക് ക്ഷീണം മാറാൻ കരുതിയിരുന്ന ആ പാനീയത്തിൽ പതുങ്ങിയിരിക്കുന്നത് മരണമാണെന്ന് ആ പാവം അമ്മ അറിഞ്ഞില്ല. മോളെ നയനെ, നീ ഇത് കുടിക്ക്, ദേവയാനി സ്നേഹത്തോടെ നിർബന്ധിച്ചു. എന്നാലും നയന അപ്പോൾ അത് കുടിക്കാൻ തോന്നിയിരുന്നില്ല. മോളെ നയനെ, നീ ഇത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നിർബന്ധിച്ചെങ്കിൽ പോലും നയനക്കപ്പോൾ അത് കുടിക്കാൻ തോന്നിയില്ല. അമ്മേ, ഞാനത് പിഞ്ഞി കുടിച്ചോളാം, ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞ് നയന അവിടെ നിന്നും അത് മാറ്റിവച്ചു. ദേവയാനി അത് സമ്മതിച്ച് അവിടെ നിന്നും പോയെങ്കിലും ഇതെല്ലാം ഒളിഞ്ഞു കാണുകയായിരുന്നു ജലജ. അവളുടെ ഉള്ളിൽ ആദ്യ കയറി, കുടിക്കടി, കുടിച്ചാലേ നിന്റെ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടൂ, എല്ലാ സൗഭാഗ്യങ്ങളും അതോടുകൂടെ അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് ജലജ പിറുപിറുത്തു. നയനയുടെ കരച്ചിൽ കേൾക്കാൻ കൊതിച്ച് അവളും അവിടെ നിന്നും മാറി നിന്നു. പക്ഷേ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ആ സമയത്ത് കളിച്ചു കുസൃതി കാട്ടി ചന്തുമോൾ അങ്ങോട്ടേക്ക് വന്നു. നയന ജ്യൂസ് കുടിക്കാൻ താല്പര്യമില്ലാത്തതും കണ്ട് ചന്തുമോൾ അത് ഇഷ്ടമാവുമെന്ന് കരുതിയും നയന ആ ജ്യൂസ് കുഞ്ഞിന് നൽകി. ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞ് നയന സ്നേഹത്തോടെ നൽകിയ ആ വിഷം കലർന്ന ജ്യൂസ് മുഴുവനായിട്ട് കുടിച്ചു തീർത്തു. കാലി ഗ്ലാസുമായി നയന അടുക്കളയിലേക്ക് പോയി. ദേവയാനിയോട് പറഞ്ഞു, അമ്മേ, ജ്യൂസ് മുഴുവൻ കുടിച്ചു എന്ന് പറയും. ഇത് കേട്ട് അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ജലജയുടെ മുഖത്ത് ഗൂഢമായൊരു ചിരി വിടർന്നു. നയനയുടെ വയർ ഇപ്പം തന്നെ കത്തിയെരിയുമെന്നും വീട്ടുകാർ പരക്കം പായുമെന്നും അവൾ കണക്ക് കൂട്ടി. എന്നാൽ ഇരമാറിയ കാര്യമൊന്നും തന്നെ അവരാരും അറിഞ്ഞില്ല. അധികം വൈകാതെ തന്നെ ആ ദുരന്തം സംഭവിച്ചു. ഹാളിലെ സോഫയിൽ വയറുവേദന കൊണ്ട് പൊളയുന്ന ചന്തുമോളെയാണ് നയന കണ്ടത്. അമ്മേ, എനിക്ക് വയ്യ, വയറുവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞ് അലറി വിളിക്കുകയായിരുന്നു. വേദന കൊണ്ട് അവൾ സോഫയിൽ കിടന്നുരുണ്ടു. ഓടിയെത്തിയ നയന പരിഭ്രാന്തിയോടെ ചോദിച്ചു, എന്തു പറ്റി മോളെ, എന്തിനാ കരയുന്നേ? കരച്ചിലിനിടയിൽ ചന്തുമോൾ പറഞ്ഞു, അമ്മ തന്ന ജ്യൂസ് കുടിച്ചപ്പോൾ മുതലാ എനിക്ക് വയറുവേദന തുടങ്ങിയത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ ദേവയാനിയും ആദർശവും കണ്ടത് വേദന കൊണ്ട് പൊളിയുന്ന ചന്തുമോളെയാണ്. നയന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. തനിക്ക് ദേവയാനി തന്ന ജ്യൂസ് ചന്തുമോൾ കുടിച്ചതു എന്നും അതിനുശേഷമാണ് ഈ വേദന തുടങ്ങിയത് എന്നും നയന പറഞ്ഞു. അത് കേട്ടതോടെ ദേവയാനി ആകെ തകർന്നു പോയി. താൻ തൻ്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ജ്യൂസിൽ എന്ത് കുഴപ്പമുണ്ടാവാനാണ്? പക്ഷേ ചിന്തിച്ചു നിൽക്കാൻ സമയമൊന്നുമില്ലായിരുന്നു. വേദന കൊണ്ട് കുഞ്ഞ് ബോധരഹിതയാകുന്ന അവസ്ഥയിലെത്തിയിരുന്നു. ആദർശേട്ടാ, പെട്ടെന്ന് തന്നെ വണ്ടിയെടുക്ക്, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം, നയന കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഒട്ടും വൈകാതെ തന്നെ ആദർശും നയനയും ദേവയാനും ചേർന്ന് ചന്തുമോളെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. യാത്രയിലുടനീളം ചന്തുമോള് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ ഡോക്ടർമാർ ചന്തുമോളെ പരിശോധനയ്ക്ക് വിധേയമാക്കി. രക്തപരിശോധനയും മറ്റു ടെസ്റ്റുകളും നടന്നു. പുറത്ത് പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു ആദർശും നയനയും ദേവയാനിയും. ഒടുവിൽ ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവപൂർണമായിരുന്നു. കുട്ടി എന്താണ് കഴിച്ചത്? ഡോക്ടർ ചോദിച്ചു. പുറത്തു നിന്നൊന്നും കഴിച്ചിട്ടില്ല ഡോക്ടർ, ഞാൻ വീട്ടിലുണ്ടാക്കിയ ജ്യൂസ് മാത്രമേ അവൾ കുടിച്ചിട്ടുള്ളൂ, ദേവയാനി പറഞ്ഞു. ഡോക്ടർ ഒരു നിമിഷമൊന്ന് ആലോചിച്ച് നിന്നിട്ട് പറഞ്ഞു, ആ ജ്യൂസിൽ തന്നെയായിരിക്കും പ്രശ്നം. ആ ജ്യൂസിൽ അബോർഷന് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഗർഭിണിയായ ആരെങ്കിലും അത് കുടിച്ചിരുന്നുവെങ്കിൽ കുട്ടി തന്നെ ഇല്ലാതായേനെ. ഇതിപ്പോൾ കുട്ടി കഴിച്ചതുകൊണ്ട് തന്നെ വയറ്റിൽ അസ്വസ്ഥതയും വേദനയും മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയും. ഡോക്ടറുടെ വാക്ക് കേട്ട് ദേവയാനി ആകെ സ്തംഭിച്ചു നിന്നുപോയി. ഇല്ല ഡോക്ടർ, ഒരിക്കലുമില്ല, ഞാനാണ് ആ ജ്യൂസ് ഉണ്ടാക്കിയത്. എൻ്റെ മരുമകൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, ദേവയാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. ദേവയാനിയുടെ സങ്കടം കണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ചെയ്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ജ്യൂസിൽ മരുന്ന് കലർന്നിട്ടുണ്ട്. അതാരാണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തണം. നയനയും ആദർശനും കാര്യമെല്ലാം വ്യക്തമായി. നയന ദേവയാനിയെ ചേർത്ത് പിടിച്ചു. എനിക്കറിയാം അമ്മേ, അമ്മ ഇതൊരിക്കലും ചെയ്തില്ലെന്ന്.
അമ്മ ജ്യൂസ് വെച്ച് മാറിയ തക്കത്തിന് വേറെ ആരെങ്കിലും ചെയ്ത പണിയായിരിക്കും ഇത്. എൻ്റെ കുഞ്ഞിനെ വിഷം വെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. അത് പാവം ചന്തുമോൾ കുടിച്ചുപോയി. നയന വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ചന്തുമോൾക്ക് ആപത്തൊന്നും സംഭവിക്കില്ലെന്നും മരുന്നുകൾ നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ ഉറപ്പ് നൽകിയതോടുകൂടിയാണ് അവർക്കൊന്ന് ശ്വാസം നേരെ വീണത്. ആശുപത്രിയിൽ വെച്ച് ആദർശ് ചിന്തയിലാണ്ടു. ആരായിരിക്കും ഈ ക്രൂരത ചെയ്തത്? ദേവയാനി ചോദിച്ചു. ആദർശിന് സംശയമൊന്നുമില്ലായിരുന്നു. ഇത് അപ്പച്ചിയല്ലാതെ മറ്റാരും ചെയ്യില്ലമ്മേ. ഈ വീട്ടിൽ അനാമിക പോയതിനു ശേഷം ആ സ്ഥാനമങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ജലജ അപ്പച്ചി. അബിയെ ജയിലിലാക്കിയതിൻ്റെ വൈരാഗ്യം തീർക്കാൻ അവർ ചെയ്തതായിരിക്കും ഇത്. CCTV കേടാക്കിയതും ഇതിനു വേണ്ടിയിട്ട് തന്നെയായിരിക്കും. നയനയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കി അനന്തപുരിൽ സങ്കടം വിതയ്ക്കുക. അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആദർശിന്റെ വാക്കുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ആദർശ് ജലജയ്ക്ക് നേരെ തിരിഞ്ഞു. എന്തിനായിരുന്നു അപ്പച്ചി ഞങ്ങളോട് ഈ ഒരു ക്രൂരത ചെയ്തത്? ആ പിഞ്ചു കുഞ്ഞ് എന്ത് പഴിച്ചു? അവൻ അലറിക്കൊണ്ട് ചോദിച്ചു. ജലജ പക്ഷേ ഒന്നും തന്നെ പറഞ്ഞില്ല. അവൾ പതിവ് പോലെ തന്നെ അഭിനയം കെട്ട് അഴിച്ചു വിട്ടു. നീ എന്താ ആദർശ് ഈ പറയുന്നത്? നിന്റെ അമ്മ ഉണ്ടാക്കിയ ജ്യൂസല്ലേ അവൾ കുടിച്ചത്? അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പണ്ട് നിന്റെ അമ്മക്ക് മരുമകളെയൊന്നും ഇഷ്ടമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവർ തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വല്ലതും ചെയ്തു പോയതായിരിക്കും. അതിന് എൻ്റെ തലയിലൊന്നും കെട്ടിവെക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ജലജ സംസാരിച്ചു. എന്നാൽ മുത്തശ്ശി ജലജയെ വിടാൻ ഭാവമില്ലായിരുന്നു. ജലജയെ നീ അല്ലാതെ ആരും ഈ വീട്ടിൽ ഇത്രയും നീചപ്രവൃത്തി ചെയ്യില്ല. നിന്റെ ഓരോ കളികളും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ജലജയ്ക്ക് താക്കീത് നൽകി. ഇതിനിടയിൽ ദേവയാനി നവ്യയെ ചോദ്യം ചെയ്തു. നീയും ഇതിൽ പങ്കാളിയാണോ? സ്വന്തം അനിയത്തിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നീയും കൂട്ടുനിന്നോ? നവ്യ ആകെ ഞെട്ടിപ്പോയി. അവൾക്ക് നയനയോട് ദേഷ്യമുണ്ടെന്ന് സത്യമാണ്. പക്ഷേ ഇത്ര വലിയൊരു പാപം ചെയ്യാൻ അവൾക്കൊരിക്കലും കഴിയില്ലായിരുന്നു. ഇല്ല മുത്തശ്ശി, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. നയനയോട് എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷേ ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം ക്രൂരതയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പണ്ട് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കിയതിൻ്റെ വേദന എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരിക്കലും അത് ചെയ്യില്ല. നവ്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു. അവിടെ നിന്നും പോയ നവ്യ ജലജയുടെ അടുത്തേക്ക് എത്തി പൊട്ടിത്തെറിച്ചു. അമ്മ ഇത്രയും തരം താഴുമെന്ന് ഞാൻ കരുതിയില്ലമ്മേ. അഭി ജയിലിലായതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇനി മേലാൽ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്തു പോകരുത്. നവ്യയുടെ മാറ്റം കണ്ട് ജലജ അമ്പരന്നു. ആപത്ത് വരുമ്പോൾ ഇവളും കാലുമാറിയുമല്ലോ എന്നൊക്കെ മനസ്സിലോർത്ത് ജലജ ആകെ പേടിച്ചിരുന്നു. മുറിയിൽ ചന്തുമോൾ ക്ഷീണതയായി കിടക്കുകയായിരുന്നു. നയന അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. നയനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ മോളെ, നീ കാരണമാണ് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ആ സമയത്ത് നീ വന്നില്ലായിരുന്നുവെങ്കിൽ ആ ജ്യൂസ് കുടിച്ച് അമ്മയുടെ വയറ്റിലെ കുഞ്ഞുവാവ തന്നെ ഇല്ലാതായേനെ. നീയാണ് ഞങ്ങളുടെ രക്ഷക എന്ന് ചന്തുമോളെ ഉമ്മ വെച്ചുകൊണ്ട് തന്നെ നയന പറഞ്ഞു. ചന്തുമോൾ നിഷ്കളങ്കമായി ചോദിച്ചു. അമ്മേ, ആ ജ്യൂസിൽ എന്താ ഉണ്ടായിരുന്നത്? അത് നമ്മളെ ഉപദ്രവിക്കാൻ ആരോ വിഷം കലക്കിയതാ മോളെ. നയന പറഞ്ഞു. സാരമില്ലമ്മേ, ഞാൻ കുടിച്ചതുകൊണ്ട് എനിക്ക് വയറുവേദനയല്ലേ വന്നുള്ളൂ. അമ്മക്കായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുവാവ തന്നെ മരിച്ചു പോവുമായിരുന്നു. കുഞ്ഞുവാവക്കൊന്നും പറ്റാതിരുന്നാൽ മതി. ആ കുഞ്ഞു പറഞ്ഞ വാക്ക് കേട്ട് നയനയുടെയും ആദർശിൻ്റെയും കണ്ണ് നിറഞ്ഞു. നയന ജലജയുടെ അരികിലെത്തി ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. നിങ്ങൾ ചെയ്ത ദ്രോഹം എൻ്റെ കുഞ്ഞിനെ ഏൽക്കാതിരുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇനി എൻ്റെ മക്കളെയോ ഈ കുടുംബത്തെയോ തകർക്കാനെങ്ങാനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നയനയുടെ ആ വാക്കുകളിൽ ഒരമ്മയുടെ കരുത്തുണ്ടായിരുന്നു. എല്ലാവർക്കും സത്യം അറിയാമായിരുന്നിട്ടും തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ജലജയെ ആരും പുറത്താക്കിയില്ല. എങ്കിലും അനന്തപുരിയിലെ ഓരോരുത്തരും ആ സത്യം തിരിച്ചറിഞ്ഞിരുന്നു. പകയുടെ വിഷത്തേക്കാൾ ശക്തി സ്നേഹത്തിനും കരുതലിനുമുണ്ടെന്ന് ചന്തുമോൾ എന്ന കൊച്ചു പെൺകുട്ടി അന്ന് കുടിച്ചത് വെറും വിഷമായിരുന്നില്ല. വരാനിരിക്കുന്ന ഒരു ജീവന്റെ ആയുസായിരുന്നു അവൾ തിരികെ നൽകിയത്. അങ്ങനെ ആ ഒരു സംഭവത്തിൽ ചന്തുമോൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമായിരിക്കട്ടോ നയനയുടെ ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അതോടുകൂടെ തന്നെ ചന്തുമോളോടുള്ള നയനയുടെയും ആദർശിന്റെയും സ്നേഹം ഇരട്ടിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ താൻ എന്ത് പണി കൊടുത്തിട്ടും ഇവർക്കൊന്നും ഏൽക്കുന്നില്ലല്ലോ. അതൊക്കെ വിപരീതമായിട്ടാണല്ലോ ഫലിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ദേഷ്യത്തോടെ ഇരിക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.